الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما أموالكم وأولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്വാസികളോട് പ്രത്യേകിച്ച് ഒരുങ്ങാൻ പഠിപ്പിച്ച ഒരു സന്ദർഭത്തെ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ മനുഷ്യൻ നന്നായി ഒരുക്കം നടത്തണം. ഏതൊക്കെ വിഷയങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്? മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. ജീവിതത്തിൽ 5 കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കം നടത്തണം, നന്നായി ഒരുങ്ങണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിലൊന്നാമത്തത് ഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള ഒരു ജീവിതമാണ്.
രണ്ടാമത്തത് റസൂലുള്ള പറഞ്ഞു വസിഹദിക് ഖബല സഖമിക്, രോഗത്തിന് മുമ്പുള്ള നല്ല സൗഖ്യമാണ്, ആരോഗ്യമാണ്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞത് വഫറാഅക ഖബല ശുഗലിക്, തിരക്കിന് മുമ്പുള്ള ഒഴിവു സമയമാണ്. നാലാമത്തത് റസൂൽ പറഞ്ഞത് വശബാബക ഖബല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ്. അഞ്ചാമതായി റസൂലുള്ള പറഞ്ഞു വഗിനാക ഖബല ഫഖരിക്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള ഐശ്വര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഒന്നാമത്തെ വിഷയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് ഹയാതക ഖബല മൗതിക്, മരണത്തിന് മുമ്പുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, വളരെ ഹ്രസ്വമായ, വളരെ ചുരുങ്ങിയ ഒരു ജീവിതമാണ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് റബ്ബ് ചെയ്തു തന്ന ഒരനുഗ്രഹം കൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നത്. അള്ളാഹു നിശ്ചയിച്ച അജൽ, അള്ളാഹു നിശ്ചയിച്ച അവധി, അത് വളരെ പെട്ടെന്ന് നമ്മിലേക്ക് വന്നു ചേരും. പിന്നീട് മരണത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നമ്മളുടെ താല്പര്യമോ നമ്മളുടെ ഇഷ്ടമോ പരിഗണിക്കാതെയാണ് ഏതോ ഒരു ഉമ്മയുടെ, ഏതോ ഒരു ഉപ്പയുടെ മകനായി, മകളായി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നമുക്കൊക്കെ ഒരു ജീവിതം സമ്മാനിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ജീവിതം തോന്നിയതുപോലെ ജീവിക്കാനല്ല, അടിച്ചു പൊളിക്കാനല്ല, അത് ആർത്തുല്ലസിക്കുവാനുള്ളതല്ല, മറിച്ച് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് വിജയിച്ചവർ, ആരാണ് പരാജിതർ എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പരിശോധിച്ചാൽ കാണാം, കുല്ലു നഫ്സിൻ ദാഇഖതുൽ മൗത്ത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കും, മരണത്തെ ആസ്വദിക്കും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എന്നാൽ പരലോകത്ത് എത്തിപ്പെട്ടാൽ മനുഷ്യൻ പ്രവർത്തിച്ചതെന്താണോ അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ മനുഷ്യർക്കും അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ അവിടെ അവസാനിപ്പിച്ചില്ല. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. ആരെയാണോ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അപ്പോൾ വിജയിച്ചവൻ ആരാണ് എന്നത് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഒരു പുരുഷായുസ് നമുക്ക് ജീവിക്കാൻ ഈ ദുനിയാവിൽ അവസരം തന്നിട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും നല്ല പാഥേയമൊരുക്കി ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ച് യഥേഷ്ടം റബ്ബിനെ ശുക്ർ ചെയ്ത് ജീവിച്ച മനുഷ്യൻ റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് ആർക്കാണോ ഒരിടിപ്രം ഒരുക്കി അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് അവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വമൽ ഹയാതുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അവിടെ ദുനിയാവിനെക്കുറിച്ചും അള്ളാഹു കൃത്യമായി സംസാരിക്കുകയാണ്. ഈ ദുനിയാവിൻ്റെ ജീവിതം എന്നത് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൻ്റെ പിറകിലാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ സമ്പത്ത് വാരിക്കൂട്ടാൻ, അവൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ, മക്കളെ സന്തോഷിപ്പിക്കാൻ, ഏതു നിലക്കും ദുനിയാവിൻ്റെ പിന്നാലെ ഓടി ജീവിതം അവസാനിപ്പിച്ച് തളർന്ന് തൻ്റെ വിരിപ്പിലേക്ക് പോയി റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിലേക്ക് പോകുന്ന ഒരു മനുഷ്യനായി മാറാൻ ഒരിക്കലും പാടില്ല. മറിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, റബ്ബിന് നന്ദി കാണിക്കുന്ന ഏറ്റവും നല്ലൊരു അടിമയായി തീരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്ന്. നഷ്ടം സംഭവിച്ചവരാരാണ്? ഇതിൻ്റെ പിന്നാലെ പോയി സമ്പത്ത് വാരിക്കൂട്ടണമെന്നതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. മക്കളുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ജീവിതം അവസാനിപ്പിച്ചു പോയവരെ, ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ, അവരെ സംബന്ധിച്ചിടത്തോളം
ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്നത് ഖുർആൻ പറഞ്ഞു. നമ്മളുടെ ഓട്ടം ദുനിയാവിനാണെങ്കിൽ ആ ദുനിയാവിനെക്കുറിച്ച് പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി മനുഷ്യൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, മനുഷ്യരെ അറിയണം, ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് അള്ളാഹു പേമാരി ഇറക്കി മഴ വർഷിപ്പിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഭൂമിയിൽ യഥേഷ്ടം സസ്യലതാദികളെ ആ മഴ മൂലം അള്ളാഹു വർഷിപ്പിച്ചു കൊണ്ടുവന്നു. അതാർക്കു വേണ്ടിയിട്ടാണ്? മനുഷ്യർക്കാണ്, കന്നുകാലികൾക്കാണ്, നാൽക്കാലികൾക്ക്, മനുഷ്യർക്ക് തിന്നാൻ പാകത്തിനു വേണ്ടി അള്ളാഹു മഴയിലൂടെ സസ്യലതാദികളെ മുളപ്പിച്ചവനാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അതുമൂലം മനുഷ്യന് കാണാൻ കൗതുകകരമായ, ഏറ്റവും സ്വാദിഷ്ടകരമായ, ഏറ്റവും അലങ്കാരവും അഴകാർന്നതുമായ ഒരു ഭൂമിയാണ് അള്ളാഹു സംവിധാനിച്ചത്. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, അതിങ്ങനെ കൊയ്തെടുക്കാൻ പാകമായപ്പോൾ കണ്ണ് സന്തോഷിച്ച് മനസ്സ് കുളിർത്ത് അതിനെ കൊയ്തെടുക്കാൻ പാകത്തിന് വന്ന സന്ദർഭത്തിൽ എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. രാവിലെയും രാത്രിയുമായി കൊണ്ട് റബ്ബിൻ്റെ ശിക്ഷയെന്നോണം റബ്ബിൻ്റെ കൽപ്പന വന്നു. ഇന്നലകളിൽ അത് ഉണ്ടായിരുന്നത് ഒന്നുമില്ലാത്തവണ്ണം ആ ഭൂമിയെ അള്ളാഹു ഉന്മൂലനം ചെയ്യാണ്. ആ വിളകളെ മുഴുവൻ അള്ളാഹു നശിപ്പിച്ചു കളയുകയാണ്. അപ്പൊ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകളാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്ത് മനുഷ്യന് തെളിവാണ്, ഉത്ബോധനമാണ്, ചിന്തയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ ഉത്ബോധിപ്പിക്കുന്ന ചില വചനങ്ങൾ അള്ളാഹു നമ്മളോട് സംസാരിച്ചിട്ട് വീണ്ടും ദുനിയാവിൻ്റെ പിന്നാലെ ഓടി ജീവിതം നശിപ്പിച്ചു കളയുന്നവരെ അറിയണം. എന്തുണ്ട് പരലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ, റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തു പാതേയം ഒരുക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ വിളിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹുവിൻ്റെ വിളി സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ്. ഇന്നൊരു പക്ഷേ കുടുംബം ജീവിതം നയിക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളാണ്, പ്രശ്നങ്ങളാണ്, ഭാര്യയുമായി വഴക്കാണ്, ജീവിതത്തിൽ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാണ്. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ വിളിച്ചത് എന്നെന്നും സമാധാനത്തിൻ്റെ വാക്കുകൾ മാത്രം കേൾക്കുന്ന ഒരു സ്വർഗീയ ഭവനത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ ക്ഷണം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ഈ ദാറുസ്സലാം നിങ്ങൾക്ക് വേണോ? അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഖുർആൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനുഷ്യനോട് ചോദിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ എന്താണ് നാളേക്ക് വേണ്ടി എന്ത് പാതേയം ഒരുക്കി വെച്ചടോ എന്ന ഖുർആനിൻ്റെ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. എന്തൊരുക്കി വെച്ചു സഹോദരങ്ങളെ? ഒരു പുരുഷായുസ് 40, 50, 60 കൊല്ലം ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ദേഷ്ടം ആസ്വദിച്ച് ജീവിച്ച് റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എന്ത് പാതേയം ഒരുക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സഹോദര സഹോദരി ഏറ്റവും നന്നായി ആലോചിക്കണം. അവിടെയാണ് റസൂലുള്ള പറഞ്ഞത് ഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള ജീവിതം നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കാണണം. നോക്കൂ സഹോദരങ്ങളെ, സ്വഹാബികളുടെ ജീവിതത്തിൻ്റെ ചരിത്രം. ഹല്ലല റളിയല്ലാഹു അൻഹു, അവിടുന്ന് വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രി റസൂലുള്ള സൈന്യത്തെ ഒരുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ പ്രിയതമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഖൈറിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് രാത്രി ഇറങ്ങിപ്പോകുന്നത് ഒരു പക്ഷേ പൊന്നുമോളെ തിരിച്ചു വരുമോ എന്നതറിയില്ല. ഈ രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ റസൂലിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ യുദ്ധത്തിലേർപ്പെട്ട് ഞാൻ മരിച്ചുപോയാൽ
പിന്നീട് ഹല്ലല നിന്നോടൊപ്പം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പോകുമ്പോഴും അവിടുന്ന് അനുമതി കൊടുത്തു വിടുന്ന ഒരു ഭാര്യയെ നമുക്ക് കാണാൻ കഴിയും. ജീവിതം അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായ സ്വഹാബത്തിൻ്റെ ചരിത്രം, അവിടുന്ന് കാലിൽ നീരുകെട്ടുവോളം നമസ്കരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എത്ര ആവർത്തി ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. ആ പ്രയാസം കാണുന്ന പ്രിയതമ നമ്മളുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇത്ര പ്രയാസം അവിടുന്ന് റസൂലെ സഹിക്കുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ, അവിടുന്ന് റസൂലെ അങ്ങൾക്ക് കഴിഞ്ഞുപോയത് വരാനുള്ളത് എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പൊറുക്കപ്പെട്ടിട്ടില്ലേ? ഇനിയും എന്തിന് റസൂലെ ഇത്രയും വലിയ ത്യാഗവും പ്രയാസവും കാലിൽ നീരുകെട്ടുവോളം അള്ളാഹുവിൻ്റെ റസൂലെ എന്തിന് സഹിക്കണം, എന്തിന് ക്ഷമിക്കണം, എന്തിന് നമസ്കരിക്കണം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, എൻ്റെ ആയിഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലൊരടിമയാകണ്ടേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായിക്കൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്യുന്ന ഒരു നല്ല അടിമയാകണ്ടേ ആയിഷ എന്ന് നമ്മളുടെ ഉമ്മയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന വർത്തമാനമുണ്ട്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന റസൂലുള്ള കാലിൽ നീരുകെട്ടുവോളം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന നിലക്ക് അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെ എത്ര തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്. ഒരാവർത്തി ഞാൻ നിങ്ങളും ആലോചിക്കണം. രണ്ടാമതായി റസൂലുള്ള പറഞ്ഞു, വസ്വിഹതക ഖബ്ല സഖമിക്, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യത്തെക്കുറിച്ചാണ്. വലിയ അനുഗ്രഹമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യത്തെ പഠിപ്പിച്ചത്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനൻ നാസ് അസ്വിഹതു വൽ ഫറാ, റസൂലുള്ള പറഞ്ഞു രണ്ട് അനുഗ്രഹങ്ങൾ, അധികം ആളുകളും അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. റസൂലുള്ള പറഞ്ഞത് അസ്വിഹ, ആരോഗ്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഓടാനും നമുക്കെന്തു പ്രവർത്തിക്കാനും നമ്മളുടെ ഉപജീവനം തേടാനുമൊക്കെ അള്ളാഹു ആരോഗ്യമെന്ന വലിയ അനുഗ്രഹം റബ്ബ് സമ്മാനിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യത്തിൽ എത്ര സമയം നമ്മുടെ ആരോഗ്യം റബ്ബിന് കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ വട്ടപൂജ്യമാകും സഹോദര. അതുകൊണ്ട് അറിയണം, പരലോകത്ത് നിഅമത്തുകളെ ചോദ്യം ചെയ്യുന്ന സമയം ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ യഅനി അസ്വിഹ, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും അനുഗ്രഹങ്ങളെക്കുറിച്ച്. അതിലൊന്നാമത്തെ ചോദ്യം ആരോഗ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ വിലയറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. എത്രയോ രോഗികൾ, അത്തരം രോഗികളെ പ്രയാസപ്പെടുന്നവരെ, കാല് മുറിച്ചവരുണ്ട്, കൈകാലുകൾ നഷ്ടമായവരുണ്ട്, വാട്ടർ ബെഡിൽ കഴിയുന്നവരുണ്ട്. അത്തരം ക്യാൻസർ പേഷ്യൻസായി കഴിയുന്ന, വൃക്കരോഗികളായി കഴിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒന്ന് മര്യാദയ്ക്ക് കുടിച്ചിറക്കാൻ കഴിയാതെ വേദനിക്കുന്ന എത്ര രോഗികൾ. അത്തരം രോഗികളെ കാണുമ്പോഴാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന ഈ വമ്പിച്ച നിഅമത്തിനെ തിരിച്ചറിയാൻ കഴിയുക. അത്തരം രോഗിയെ കാണുമ്പോൾ, ഒരു ക്യാൻസർ രോഗി, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ രോഗം പിടിച്ചവൻ, കഷ്ടപ്പാട് എനിക്ക് മാത്രമാണ് എന്ന് പ്രയാസപ്പെടുന്നവൻ മറ്റൊരാളെ കാണുമ്പോൾ അതിനേക്കാൾ വമ്പിച്ച പ്രയാസമാകും, അതിനേക്കാൾ വലിയ വേദനയാകും. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് പങ്കുവച്ചത്, എൻ്റെ ഭർത്താവ് ഉറങ്ങിയിട്ട് ഒന്നര ആഴ്ച എൻ്റെ ഭർത്താവ് കണ്ണടച്ചിട്ടില്ല, അത്ര വേദനയാണ്, ഞാനും കൂട്ടിരിപ്പായി കൂടിയിരിക്കുന്നു എന്ന നിലക്ക് ഒരു ഭാര്യ പറയുന്ന വാർത്ത കേൾക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വേദനിക്കുന്നവരെ കാണുമ്പോൾ വിശ്വാസികളെ പറയാൻ റസൂലുള്ള പഠിപ്പിച്ച വാചകമുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലക തഫ്ളീല. എത്ര കണ്ട് ഇത്തരം രോഗികളെ കണ്ടപ്പോൾ, ഒരു ചെറിയ രോഗമാകട്ടെ, ഒരു പ്രയാസമാകട്ടെ, അവിടൊക്കെ ആരോഗ്യം സമ്മാനിച്ച പടച്ച റബ്ബിനെ സ്തുതിക്കാൻ, അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദര? അതുകൊണ്ട് ആരോഗ്യം റബ്ബിന് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, ഫറാഅക ഖബ്ല ശുഗ്ലിക്, തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയമാണ്. റസൂലുള്ള രണ്ട് അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ, ഒന്ന് സിഹത്താണ്, വൽ ഫറാഗ്, ഒന്ന് ഒഴിവ് സമയമാണ്. എത്ര സമയം ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് സഹോദരങ്ങളെ. ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഈ സമയങ്ങൾ ഓരോ സെക്കൻഡിനും റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അവിടെയാണ് ഒരു മയ്യത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളയുടെ പ്രസക്തമായ ഒരു ചോദ്യം കാണാൻ കഴിയും. അവിടുന്ന് സ്വഹാബികളുണ്ട്. സ്വഹാബിൻ്റെ
മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ചോദ്യമാണ്. മയ്യത്ത് കൊണ്ടുപോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലുള്ള ചോദിക്കുകയാണ്, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ, ഈ മയ്യത്ത് റെസ്റ്റ് എടുത്ത് പോകുന്ന മയ്യത്താണോ അതല്ല റെസ്റ്റ് എടുക്കാൻ പോകുന്ന മയ്യത്താണോ? വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സ്വഹാബികളുടെ മനസ്സ് വേദനിച്ചു പോയി. ഈ മയ്യത്ത് കൊണ്ടുപോകുന്നത് റെസ്റ്റ് എടുത്ത് പോകുന്ന, ദുനിയാവിൽ എല്ലാ നിലക്കും സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ച് ഈ ദുനിയാവിൽ റെസ്റ്റ് എടുത്ത് പരലോകത്തേക്ക് പോകുന്നൊരവസ്ഥയാണോ? അതല്ല, ഈ ദുനിയാവിൽ ഏറ്റവും നന്നായി അധ്വാനിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് അങ്ങനെ ജീവിച്ച തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചൊരു മനുഷ്യൻ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടാൻ പോകുന്ന, റെസ്റ്റ് എടുക്കാൻ പോകുന്ന ഒരു മയ്യത്താണോ എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളും ആലോചിക്കണം. എത്രയോ മയ്യത്തുകൾ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്, കഫം പൊതിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ തോളിലേറ്റി എത്ര മയ്യത്തുകട്ടിൽ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സഹോദര, നമ്മളുടെ മയ്യത്താണെങ്കിൽ ഈ ചോദ്യത്തിന് എന്തുത്തരം കണ്ടെത്തും എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളും ആലോചിക്കണം. പരലോകത്തേക്ക് എത്തിപ്പെടുമ്പോൾ റെസ്റ്റ് എടുക്കാൻ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച എല്ലാ സുഖാനുഭൂതികളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കണം. സമയം എത്രയോ അധികമാണ്. പലപ്പോഴും 24 മണിക്കൂറിലെ എത്ര സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ ദിവസവും അള്ളാഹു അനുഗ്രഹിച്ചു തന്ന സമയത്തിലെ ഒരു 25 മിനിറ്റ്, കൂടിപ്പോയാൽ 1 മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി എത്ര സമയമാണ്? കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും എത്ര സമയമാണ് സഹോദരങ്ങളെ നാം തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ അടുത്തൊരു സ്ത്രീ പറഞ്ഞൊരു വർത്തമാനം ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇത്തരത്തിൽ ഒരു ഭർത്താവിനെക്കുറിച്ച് ഒരു ഖുതുബ പറയുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു പക്ഷേ ഖതീബുമാരോട് ചിലരൊക്കെ ചിലരുടെ സ്വകാര്യങ്ങൾ പങ്കുവെക്കും. എൻ്റെ ഭർത്താവ് പള്ളിയിലുണ്ടാകും, ഒന്ന് പറയണം കേൾക്കണം എന്നൊക്കെ സംസാരിക്കുന്ന ചില സ്ത്രീകളുണ്ടാകും. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ഒരു പക്ഷേ മൊബൈലിൽ തോണ്ടുന്ന ഈ തോണ്ടൽ എൻ്റെ ശരീരത്തിലൊന്ന് തോണ്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ രാത്രിയുണ്ട് എന്ന് പറയുന്ന പ്രിയതമമാരെ നമുക്ക് കാണാൻ കഴിയും. ഏതു സമയവും മൊബൈലിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ സമയം കൊന്നുകളയുന്ന, ഒരു പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ വഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എൻ്റെ ആത്മാവിനെ ഈ രാത്രി അല്ലാഹുവേ നീ അങ്ങ് പിടിച്ചാൽ ഇതിനോട് റഹ്മത്ത് കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു ഖബറിൽ കിടക്കുന്ന പൊസിഷനിൽ തൻ്റെ വിരിപ്പിൽ കിടക്കേണ്ടവൻ ഒരു പക്ഷേ മൊബൈലിൽ ഉയർത്തിപ്പിടിച്ച കൈകൾ ഒരു പക്ഷേ നെഞ്ചത്തേക്ക് മൊബൈൽ വീണ് കിടന്നുറങ്ങുന്ന എത്ര രാത്രികൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. സഹോദരി, അറിയണം ഈ സമയത്തെക്കുറിച്ച്, ഈ ഒഴിവ് സമയത്തെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കണം. ഓരോ സെക്കൻഡിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിചാരണയുടെ ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്നതിനെക്കുറിച്ച് മറന്നുപോകാൻ പാടില്ല. 4-മതായി റസൂലുള്ളാഹി പറഞ്ഞു, വശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ്. ഈ യുവത്വ കാലഘട്ടത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം. എന്തിന്? അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റബ്ബിനെ സദാ ഓർത്തുകൊണ്ട് കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ചുട്ടുതിളയ്ക്കുന്ന സൂര്യൻ്റെ ചൂട് ഏറ്റ് വിയർപ്പിൽ മുങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരാനുണ്ട്. എന്നാൽ അതിൽ നിന്ന് സംരക്ഷണവും അതിൽ നിന്ന് തണലും ലഭിക്കുന്നത് അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞവനാണ്. ഈ യുവത്വ കാലഘട്ടം ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി വാർദ്ധക്യത്തിലെത്തിയവർ ഒരുപക്ഷെ വേദനിക്കുന്നുണ്ടാകും. എനിക്ക് ഒന്ന് ഉപദേശം തരാൻ, എന്നോടൊന്ന് ഏറ്റവും നല്ല വഴി പറഞ്ഞു തരാൻ ഒരുപക്ഷെ ആരുമുണ്ടായിരുന്നില്ല. എൻ്റെ യുവത്വം ആലോചിച്ച് നോക്കുമ്പോൾ, എൻ്റെ ഷാബായ ഒരു കാലഘട്ടം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മഹാവൃത്തികെട്ട ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒരവസ്ഥയിലായിരുന്നു എന്നൊരു പക്ഷേ നെഞ്ചത്തു കൈവച്ച് നമ്മളൊക്കെ ആലോചിച്ചു പോകും. അവിടെയാണ് അള്ളാഹു തന്ന ഏതു നിലക്കും ഓടിയെത്താൻ കഴിയുന്ന, പ്രസരിപ്പുള്ള, രക്തം തിളയ്ക്കുന്ന ഒരു കാലഘട്ടം റബ്ബിന് കൊടുക്കാൻ അത്തരത്തിൽ അള്ളാഹുവിന് ജീവിതം സമ്മാനിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം വെറുതെയല്ല സഹോദരങ്ങളെ നമ്മളൊക്കെ പഠിക്കേണ്ടത്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു കുതിച്ചോടുന്നുണ്ട്. ഉഹദിൻ്റെ മണ്ണിൽ ഈ ദുനിയാവിൽ വെച്ച്
സമ്പാദിച്ച് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിഞ്ഞ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ രംഗത്ത് അവിടുന്ന് 70 വെട്ടുകളും കുത്തുകളുമേറ്റ് ശരീരം ഛിന്നഭിന്നമായി പോയി. തൻ്റെ സഹോദരി വന്ന് തൻ്റെ തള്ളവിരൽ നോക്കിയിട്ട് ഇതെൻ്റെ ഹനസാണ് എന്ന് പറയുന്ന ചരിത്രം വെറുതെ വായിച്ച് നമുക്ക് രോമാഞ്ചം കൊള്ളാനല്ല, മറിച്ച് ജീവിതം സമ്മാനിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം ജീവിതത്തിൽ പാഠമാകാൻ സഹോദരങ്ങളെ കഴിയണം. അഞ്ചാമത്തത് ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള ഒരു ഐശ്വര്യ സമയമുണ്ട്. സമ്പത്ത് അള്ളാഹുവാണ് നൽകുന്നത്. വിശ്വാസികളെക്കുറിച്ച്, തഖ്വയുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? നാം അവർക്ക് കൊടുത്തിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. സമ്പത്ത് യഥേഷ്ടം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാതെ പോലും റബ്ബ് മനസ്സറിഞ്ഞ് സമ്പത്ത് നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ സമ്പത്ത് എത്ര കണ്ട് അവകാശപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കണം. അതുകൊണ്ട് എന്നും ഈ സമ്പത്ത് നിലനിൽക്കില്ല. ഒരുപക്ഷെ രോഗമുണ്ടാകട്ടെ, പ്രയാസങ്ങളുണ്ടാകട്ടെ, പ്രതിസന്ധികളുണ്ടാകട്ടെ, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഓരോ നിശ്ചിത സമയത്ത് പാപ്പരായിത്തീരുന്ന എത്ര വാർത്തകൾ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് സമ്പത്ത് യഥേഷ്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകളുണ്ട്, മുഖറബീങ്ങളായ മലക്കുകളുണ്ട്. അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫ എന്ന നിലക്ക് നിങ്ങൾ കൊടുത്തവന് വീണ്ടും വീണ്ടും അള്ളാഹുവെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി മലക്കുകളുണ്ട് എന്നത് ഒരു വലിയ ആശ്വാസമാണ്. എത്ര കൊടുത്താലും സമ്പത്തിൽ ഒന്നും കുറവ് വരില്ല. നിങ്ങൾ എത്ര കൊടുത്താലും അതിനൊക്കെ അള്ളാഹു പകരം നൽകുമെന്നത് റബ്ബാണ്. സമ്പത്ത് നൽകുന്നവനെങ്കിൽ ആ സമ്പത്തിൻ്റെ കസ്റ്റോഡിയൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആണ് പറഞ്ഞത്, നിങ്ങൾ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും അതിനൊക്കെ പകരമായി അള്ളാഹു ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ജീവിതത്തിൽ ഒരു ഒരുക്കത്തെക്കുറിച്ചാണ്. നന്നായി ഒരുങ്ങാൻ പറഞ്ഞതുപോലെ 5 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും. അതിനു മുമ്പ് ഒരുങ്ങാൻ പഠിപ്പിച്ച വിഷയത്തിൽ ഏറ്റവും നന്നായി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഫലസ്തീനിലെ ഗസയിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സ് വേദനിക്കാറുണ്ട്. ഓരോ ദിവസവും ഞാനും നിങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതീവ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. അഭയാർത്ഥികളായി ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ കീഴെ ഒന്ന് തലചായ്ക്കാൻ ഒരിടം തേടി തൻ്റെ ഭാണ്ഡക്കെട്ടുകളുമായി യാത്ര ചെയ്യുന്ന ചെറുതും വലുതുമായ ആളുകളെയാണ് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ ഉയരേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞത് എക്കാലഘട്ടത്തിലും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കടുത്ത ശത്രുതയുണ്ടാകും എന്നത് ഖുർആനാണ് പറഞ്ഞത്. ലതജിദന്ന അശദ്ദന്നാസ് അദാവതൻ ലില്ലദീന ആമനു. വിശ്വസിച്ച ആളുകളോട് യഹൂദികളായിട്ടുള്ള ആളുകൾക്ക് കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അവിടൊക്കെ പ്രയാസപ്പെടുന്ന ഫലസ്തീനിൻ്റെ മക്കൾ, അവിടെ ഒരു വലിയ കൂട്ടക്കുരുതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകളാണ് ഇന്ന് ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത്. എവിടേക്കാണ് തങ്ങളുടെ യാത്ര പോകേണ്ടത്, എവിടെയാണ് തലചായ്ക്കേണ്ടത് എന്നതൊരാൾക്കും അറിയില്ല. ആർത്തട്ടഹസിക്കുന്ന തിരമാലകൾ പോലെ ചെറിയ മക്കളുടെ കരച്ചിലുകൾ നമ്മളുടെ കാതുകളിലേക്ക് ആർത്തടിച്ചു വരുന്നുണ്ട്. ആ സമയത്തും നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കരങ്ങളുയർത്തി അള്ളാഹുവിനോട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടോ? രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്,
പട്ടിണി കാരണം ഒരു നേരത്തെ വിശപ്പടക്കാൻ ക്യൂ നിൽക്കുന്ന മക്കളുടെ എണ്ണം എത്രയാണ്? അവിടൊക്കെയാണ് അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന വമ്പിച്ച നിഅമത്തിനെ തിരിച്ചറിയേണ്ടത്. എത്രത്തോളം ഇന്നത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 65,000-ഓളം ആളുകളാണ് ഗസയിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ 18,000 ആളുകൾ ചെറിയ മക്കളാണ്, പിഞ്ചു മക്കളാണ്. ഒരു പക്ഷേ കിടന്ന് ആകാശത്തേക്ക് നോക്കി കൈ ചുരുട്ടി കരയാൻ മാത്രം, ചിരിക്കാൻ മാത്രം അറിയുന്ന ചെറിയ മക്കൾ. അതിലേറ്റവും എല്ലാവരും നഷ്ടപ്പെട്ട് ഒരുപക്ഷേ മാതാപിതാക്കളില്ലാതെ, തൻ്റെ രക്തത്തിൽ പിറന്നവരില്ലാതെ, ചെറിയ ബന്ധുക്കൾ ഒരുപക്ഷേ കൂടെയില്ലാതെ ചെറിയ മക്കളെ തോളത്ത് വെച്ച്, അതല്ലെങ്കിൽ വാവിട്ട് കരയുന്ന ചെറിയ പിഞ്ചോമനകളെ ജ്യേഷ്ഠനാണ് മടിത്തട്ടിലിരുത്തി കൈ കൊടുത്തിട്ട് അങ്ങനൊക്കെ ഒരു സംവിധാനം എങ്ങനെ ഒരുക്കാൻ കഴിയും? ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്നൊരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു അവർക്ക് ഒരു മനസ്സാന്നിധ്യവും ഏറ്റവും നല്ല നിലക്കൊരു ദൃഢബോധ്യവും, ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗ്ഗമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ഭയപ്പെടേണ്ടതില്ല. എന്തു വന്നാലും, എന്തു പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ മരണം സംഭവിച്ച് ഷഹീദിൻ്റെ കൂലിയായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോക്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന വാചകമാണ്. ചെറുതു മുതൽ വലുതുവരെയുള്ള മക്കളുടെ വാക്കുകൾ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബ് മതി. എത്ര വലിയ മിസൈലുകൾ ഓരോ സെക്കൻഡിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിസൈൽ വീണ് തൊട്ടടുത്ത 3 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടടുത്ത മിസൈലാണ്. എന്തിനെന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഓടിക്കൂടുന്നവർ തൊട്ടടുത്ത മിസൈൽ വധിക്കുമ്പോൾ അവരുടെ ജീവിതവും ഹനിക്കപ്പെടുകയാണ്. അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരു ജനത ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർ അങ്ങകലെയാണല്ലോ. അവരായി, അവരുടെ പാടായി എന്നതല്ല വിശ്വാസികൾ കാണേണ്ടത്. മറിച്ച് 5 നേരവും കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വലിയ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഖുർആൻ പറഞ്ഞ പരിഹാരം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. അവരാണ് ഒറിജിനൽ വിശ്വാസികൾ എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് നിരന്തരം ഇത്തരം വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, ഫലസ്തീനിൻ്റെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആജിലായ ഷിഫ അള്ളാഹുവെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم اكشف الضر عن إخواننا في فلسطين، اللهم إنهم جوعى فأطعمهم يا رب العالمين. اللهم انصر إخواننا في فلسطين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.